ഓഫീസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇന്നോവയ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ലേഡി ബഗ് ലിങ്കറി ആൻഡ് ഇന്നോവയ സ്റ്റോർ ചേലക്കര. ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ബ്രാ, പിന്നെ ബിഗിനേഴ്സിന് പറ്റിയ സ്പോർട്സ് ബ്രാ, അതിൽ തന്നെ പുഷപ്പ്, നോൺ പുഷപ്പ്, സീംലെസ്, ഫുൾ കവേർഡ് കളക്ഷൻസും ഇവിടെയുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള ബ്രാലറ്റ്സ്, പാൻറ്റീസിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുന്ന ഫുൾ ആൻഡ് ഹാഫ് സ്ലിപ്സ്, അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സും ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ സാരി കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ഷേപ്പ് വരുന്ന ബട്ടക്സ് പാഡ്സും ഷേപ്പ് സ്കേർട്സും ഇവിടെയുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിയർ ചേലക്കര പോലീസ് സ്റ്റേഷൻ, ഓപ്പോസിറ്റ് സേവ് മാർട്ട് സൂപ്പർ മാർക്കറ്റ്. കലാമണ്ഡലം ലീലാമ്മയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നിരവധി ശിഷ്യന്മാരും പങ്കെടുത്തു. മോഹിനിയാട്ടത്തിന് തന്റേതായ സംഭാവനകൾ നൽകിയ പ്രശസ്ത കലാകാരിയും ഗുരുവുമായ കലാമണ്ഡലം ലീലാമ്മയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് കലാമണ്ഡലം ലീലാമ്മ ലാസ്യലീല പുരസ്കാരം കലാമണ്ഡലം പുഷ്പലതയ്ക്ക് കലാമണ്ഡലം സരസ്വതി സമ്മാനിച്ചു. ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി, പത്മശ്രീ കലാമണ്ഡലം വിമല മേനോൻ, കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ, കലാമണ്ഡലം സംഗീത പ്രസാദ്, റഷീദ്, കലാമണ്ഡലം ബിന്ദു മാരാർ, കലാമണ്ഡലം വേണി തുടങ്ങിയവർക്ക് വിവിധ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ആദരിക്കാനായിട്ടും അതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും ട്രസ്റ്റ് കാണിക്കുന്ന താല്പര്യത്തിനും പ്രവൃത്തികൾക്കും എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ബിനീഷ് ഗോപാലകൃഷ്ണൻ, കലാമണ്ഡലം ഹൈമാവതി, കലാമണ്ഡലം ഹുസ്ന ഭാനു, കലാമണ്ഡലം മോഹൻദാസ്, കലാം ശ്രീദേവി മോഹനൻ, ഡോക്ടർ അജിത് കുമാർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം അരുൺ പി വാര്യർ, കലാമണ്ഡലം ഡോക്ടർ രചിത രവി തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ ടീച്ചറുടെ പേരിലുള്ള വിഷമത്തോടെയാണെങ്കിലും ടീച്ചറുടെ പേരിലുള്ള ഒരു അവാർഡ് വാങ്ങി എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചത്. കലാമണ്ഡലം എനിക്ക് ഒരു കലാമണ്ഡലം അവാർഡ് തന്നു. ഇപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് ലീലാം ടീച്ചറുടെ പേരിലുള്ള ലാസ്യലീല പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക, പരമ്പര കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാവാം, ദൈവാനുഗ്രഹമാകാം, അച്ഛനമ്മമാരുടെ അനുഗ്രഹമാകാം, എല്ലാം വിചാരിക്കുന്നു. എന്തായാലും എന്നെ തിരഞ്ഞെടുത്തതിൽ ട്രസ്റ്റിനോടും ലീലാം ടീച്ചറുടെ കുടുംബത്തിനോടും എല്ലാം എനിക്ക് വളരെയധികം നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഇതിലെല്ലാം പങ്കെടുക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും. ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയ സ്വാഗതവും രമ്യ സുധാകരൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിനോടനുബന്ധിച്ച് സുഗതകുമാരിയുടെ പെൺകുഞ്ഞ് 90 എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം മോഹിനിയാട്ടത്തിൽ ഡോക്ടർ ഗീത ശിവകുമാർ അവതരിപ്പിച്ചു. ടീച്ചറുടെ 100 കണക്കിന് ശിഷ്യരാണ് ഗുരുപ്രണാമം അർപ്പിക്കാൻ ചടങ്ങിൽ ഒത്തുചേർന്നത്. കാരണം ഈ ഒരു ട്രസ്റ്റ് ഇങ്ങനെ കൊണ്ടു നടന്നതും പിന്നെ ലീലാമ്മയുടെ ഭൗതിക ശരീരം ഇവിടുന്ന് പോയെങ്കിലും ആത്മാവ് എന്തായാലും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു. അത് തീർച്ചയായും ശരിയാണ്. കാരണം ഈ അമ്പിളിക്ക് ഇത്രയും സത്യം പറഞ്ഞാൽ ഈ കലാകാരികൾക്ക് എല്ലാവർക്കും അറിയാതെ ഒരു കാര്യമുണ്ട്. കാരണം എല്ലാവരെയും മധുരഭാഷകൾ കൊണ്ട്. ന്യൂസ് ഡെസ്ക് CCV.